ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 കേരള പേസ് പറ്റി അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ചോദ്യപേപ്പറാണ്. ആദ്യ ചോദ്യം: വേലുത്തമ്പി ദളവയുടെ ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയേത്? തിരുവിതാംകൂറിലെ ദളവ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി കുണ്ടറ വിളംബരം നടത്തി. തിരുവിതാംകൂറിലെ ദളവയായിരുന്നു 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തി. ഇത് രണ്ടും ശരിയാണ്. ശരിയാണ് ചോദിച്ചത്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി മാർത്താണ്ഡവർമ്മയാണ്. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ്, മീററ്റിലാണ്. 1857 കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. ഇത് വിളിച്ചത് വി.ഡി. സവർക്കറാണ്. ഇപ്പൊ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. 1857 കലാപത്തില് ശിപായിമാർ പങ്കെടുത്തില്ല. ശിപായി ലഹള എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പോലും. അപ്പൊ ആൻസർ ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഐക്യരാഷ്ട്ര സംഘടനാ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്: ജനറൽ അസംബ്ലി, INA, സെക്യൂരിറ്റി കൗൺസിൽ. ഇന്ത്യൻ നാഷണൽ ആർമി, INA, അത് ഉൾപ്പെടുന്നില്ല. ഇത് രണ്ടും ഉൾപ്പെടുന്നു. ഉൾപ്പെടാത്തത് ചോദിച്ചത് കൊണ്ട് നമുക്ക് 2 മാത്രം എന്ന ആൻസറിലേക്ക് പോകണം. ഇനി ചോദ്യം: ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി. സൻയാറ്റ്സൻ, മാവോ സേ തുങ്, ഇവർ രണ്ടും ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടവരാണ്. സൻയാറ്റ്സൻ കുമിന്താങ് പാർട്ടി, മാവോ സേ തുങ് ലോങ് മാർച്ചാണ്. മുസോളിനി റെഡ് ഷർട്ട്സ് തെറ്റാണ്. മുസോളിനിയുടെ കരിങ്കുപ്പായക്കാർ ഇതിന്റെ രഹസ്യ സംഘടനയാണ്. അപ്പോ നമ്മളുടെ ആൻസർ വരുന്നത് ഒന്നും രണ്ടും മാത്രമാണ്, ചൈനയുമായി ബന്ധപ്പെട്ടത്. അടുത്ത ചോദ്യം: ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എഴുതുക. ത്രിരത്നം, അഷ്ടാംഗമാർഗം, 4 മഹത് സത്യം. ത്രിരത്നം ജൈനമതമാണ്. അഷ്ടാംഗമാർഗമുണ്ട്, 4 മഹത് സത്യമുണ്ട്. ശരിയാണ് ചോദിച്ചത്. അപ്പൊ ആൻസർ വരുന്നത് 2ഉം 3ഉം. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിന്റെ റെക്കോർഡ് പിണറായി വിജയന്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് പിണറായി വിജയൻ മറികടന്നത്? ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുടർച്ചയായി മുഖ്യമന്ത്രിയായത് പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത് E.K. നായനാർ. ഇനി ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായി. അപ്പോ കാലവും ഉണ്ട്, തവണയുമുണ്ട്. ഒരെണ്ണം ആരാണ്? K. കരുണാകരനാണ്, അല്ലെ? കാലം നമ്മുടെ E.K. നായനാരാണ്. കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ നാൾ ഇരുന്നത് പിണറായി വിജയനാണ്. അപ്പോ ഇപ്പോ നമ്മുടെ E.K. നായനാറിൻ്റെത് തുടർച്ചയായിട്ട് കൂടുതൽ കാലം ഇരുന്നു എന്നുള്ള റെക്കോർഡിലേക്ക് പിണറായി വിജയൻ വന്നു. സി അച്യുതമേനോന്റെ റെക്കോർഡാണ് ബ്രേക്ക് ചെയ്തത്. സി അച്യുതമേനോൻ നമ്മുടെ കേരളത്തിന്റെ 5 വർഷം തികച്ച ആദ്യ മുഖ്യമന്ത്രിയാണ്. സി അച്യുതമേനോന് 1975 അടിയന്തരാവസ്ഥ നടന്നപ്പോൾ തുടർച്ചയായിട്ട് കൂടുതൽ നാൾ ഇരിക്കാൻ പറ്റി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ റെക്കോർഡ് ലഭിച്ചത്. ഇനി 2 തവണ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്, വീണ്ടും അധികാരത്തിൽ വന്ന വ്യക്തിയാണ്. ഇനി നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം: സി അച്യുതമേനോൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ, രാജ്യസഭയുടെ അംഗം, തിരുക്കൊച്ചിയുടെ അംഗം, ഇങ്ങനെ പല പദവി വഹിച്ച വ്യക്തിയാണ് സി അച്യുതമേനോൻ. K. കരുണാകരനും ലെജിസ്ലേറ്റീവ് കൗൺസിൽ, രാജ്യസഭ, ലോക്സഭ, മുഖ്യമന്ത്രി ഈ പദവികളൊക്കെ വഹിച്ച വ്യക്തിയാണ്. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യന്യൂന മർദ്ദമേഖല. സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം. ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. അപ്പൊ ഒരിക്കൽ കൂടി നോക്കാം. വർഷം മുഴുവൻ സൂര്യരശ്മികൾ എന്ത് ചെയ്യും? ലംബമായി പതിക്കും, 90 ഡിഗ്രിയിൽ പതിക്കും. മധ്യ ന്യൂനമർദ്ദ മേഖല. ഇനിയോ? സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കും, വൻതോതിൽ ഉയരും. മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം ഇതാ. കേരള കാർഷിക സർവകലാശാല കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്: വാഴക്കുളം, ഓടക്കാലി, പുൽത്തൈലം, കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, പൊട്ടാഷ് ഇവ കൂടുതലുണ്ട്. ഫോസ്ഫറസ് കുറവാണ്. വേനൽക്കാലത്ത് വിണ്ട് കീറുന്നു. ഈ മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്, മറ്റൊരു പേര് കരിമണ്ണ്, റിഗർ മണ്ണ്, ബ്ലാക്ക് സോയിൽ, സ്റ്റെർണോസം, ഇതെല്ലാം ഒറ്റ പേരാണ്. കരിമണ്ണ്, ബ്ലാക്ക് സോയിൽ വേണ്ടത് പരുത്തി കൃഷിക്ക്. കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. മണിപ്പൂർ. ഉത്തരമഹാസമുദ്രം, പഞ്ചാബ്. ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം പശ്ചിമ അസ്വസ്ഥത. പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉപഗ്രഹ വിദൂര സംവേദനത്തില് വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇതെന്ത് പേരിലാണ് അറിയപ്പെടുക? ആൻസർ സ്പെക്ട്രൽ സിഗ്നേച്ചർ. ഉപഗ്രഹ വിദൂര സംവേദനം വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുന്നത്. ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നു?
സ്പെക്ട്രൽ സിഗ്നേച്ചർ. പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ്. നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏത്? ബന്ധപ്പെടാത്തത് ഏത്? നീതി ആയോഗ്. ADP ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, AIM അടൽ ഇന്നൊവേഷൻ മിഷൻ, SDG ഇന്ത്യ ഇൻഡെക്സ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ്. അപ്പോ നമ്മുടെ ആൻസർ എല്ലാം അനുയോജ്യമാണ്. ഈ പറയുന്നതുമായിട്ട് എല്ലാം അനുയോജ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ശരിയായ ഉത്തരം. അപ്പോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗ്. ADP ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, AIM അടൽ ഇന്നൊവേഷൻ മിഷൻ, SDG ഇന്ത്യ ഇൻഡെക്സ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ്. അടുത്തത്, ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് മാനവവിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ശരിയാണ്. വിദ്യാഭ്യാസം വേണം, ആരോഗ്യം വേണം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത. അപ്പോൾ ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് മാനവവിഭവം. മാനവവിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം വേണം, നല്ല ആരോഗ്യം വേണം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം കിട്ടണം, വിവരം വേണം, വിവര ലഭ്യത. ചേരുംപടി ചേർക്കുക. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇതിനകത്ത് ഉദാരവൽക്കരണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉത്തരം ബിസിനസ് രംഗത്ത് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുകയാണ്. സ്വകാര്യവൽക്കരണം ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുകയാണ്. ആഗോളവൽക്കരണം വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഉദാരവൽക്കരണം എന്ന് പറയുമ്പോൾ ബിസിനസ് രംഗത്ത് ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുകയാണ്. ഇനി സ്വകാര്യവൽക്കരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുകയാണ്. ആഗോളവൽക്കരണം വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുകയാണ്. ചേരുംപടി ചേർക്കുക. പ്രകടമായ തൊഴിലില്ലായ്മ, ഘടനാപരമായ തൊഴിലില്ലായ്മ, കാലികമായ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ആൻസർ വരുന്നത് പ്രകടമായ തൊഴിലില്ലായ്മ. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥയാണ്. ഘടനാപരമായ തൊഴിലില്ലായ്മ, സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്നു. കാലികമായ തൊഴിലില്ലായ്മ, പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിൽ ഇല്ലാതാവുകയും ചെയ്യുന്നു. പ്രച്ഛന്നമായ തൊഴിലില്ലായ്മ, വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു. ചേരുംപടി ചേർക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി, രണ്ടാം പഞ്ചവത്സര പദ്ധതി, മൂന്നാം പഞ്ചവത്സര പദ്ധതി, 9. 1 ബന്ധപ്പെട്ടിരിക്കുന്നത് കൃഷിക്കാണ് പ്രാധാന്യം നൽകിയത്. 2 മഹലനോബിസ് മോഡലാണ്. 3 എന്ന് പറയുമ്പോൾ ഗഡ്ഗിൽ മോഡല്. 9 ഇവിടെ 2 അധികമായിട്ടുണ്ട് അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് A2 ആണ്. A2 കൃഷിക്ക് പ്രാധാന്യം. 2 PC മഹലനോബിസ്, 3 ഗഡ്ഗിൽ. 9 എന്ന് പറയുമ്പോൾ ഉത്തരം സാമൂഹ്യ നീതി, സമത്വത്തില് അധിഷ്ഠിതമായ വളർച്ച. 11 ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഒരു ബജറ്റിലെ മൊത്തം ചെലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് കമ്മി. അതേസമയം കടം വാങ്ങാൻ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചെലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി. ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം GDPയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി? 5.1%.
അപ്പൊ ഒരു ബജറ്റില് മൊത്തം ചെലവ്, ഈ മൊത്തം ചെലവിൽ നിന്ന് എന്ത് ചെയ്യണം? മൊത്തം വരവ് കുറയ്ക്കണം. അപ്പോ നമുക്ക് എന്ത് കിട്ടും? ബജറ്റിന്റെ കമ്മി കിട്ടും. കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ്, മൊത്തം ചെലവിൽ നിന്ന് കുറച്ചാല് ധനക്കമ്മി, ഫിസിക്കൽ ഡെഫിസിറ്റും കിട്ടും. ഇപ്പൊ യൂണിയൻ ബജറ്റ് പ്രകാരം GDP-യുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി? 5.1%. യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ കോറിഡോർ, ഇതാണ് ഉൾപ്പെടാത്തത്. അപ്പൊ റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? ഊർജം, ധാതുസമ്പത്ത്, സിമന്റ് കോറിഡോർ, തുറമുഖത്തെ ബന്ധിപ്പിക്കുന്നത്, ഉയർന്ന ട്രാഫിക് ഡെൻസിറ്റി കോറിഡോർ. പഞ്ചായത്ത് രാജ് സമ്പ്രദായം ത്രിതല പഞ്ചായത്ത് പകരം ദ്വിതല പഞ്ചായത്ത് ശിപാർശ ചെയ്തത് അശോക് മേത്തയാണ്. ത്രിതല പഞ്ചായത്ത് ബൽവന്ത് റായി. ഇതിന് ക്യാബിനറ്റ് പദവി നൽകാൻ പറഞ്ഞത് PK തുങ്കൻ കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണത്തിനാണ്, പഞ്ചായത്തിനല്ല. പഞ്ചായത്തിന് പറഞ്ഞത് സിംഗി കമ്മിറ്റിയാണ്. അപ്പോ നമുക്ക് ഉത്തരം കിട്ടും. ആമുഖം ഭരണഘടനയുടെ താക്കോലാണ് എന്ന് പറഞ്ഞത് അംബേദ്കർ ആണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ. അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടന ഭേദഗതി ഏതാണ്? 52. കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? കൺകറന്റ് വിദ്യാഭ്യാസം. ജയിലും കൃഷിയും സ്റ്റേറ്റ് ലിസ്റ്റാണ്, സംസ്ഥാന ലിസ്റ്റാണ്. ബാങ്കിങ് യൂണിയൻ ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റ് വിദ്യാഭ്യാസം, സാമ്പത്തിക നമ്മുടെ ജനകീയാസൂത്രണം, വനം, വന്യമൃഗങ്ങൾ തുടങ്ങിയവ. നിർദ്ദേശതത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആയുധ നിർമ്മാർജ്ജനം, കൃഷി, മൃഗപരിപാലനം, ഏകീകൃത സിവിൽ നിയമം, വ്യവസായ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. ആയുധ നിർമ്മാർജ്ജന ആർട്ടിക്കിൾ 17 മൗലിക അവകാശമാണ്. ബാക്കിയെല്ലാം നിർദ്ദേശക തത്വങ്ങൾ. 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബിൽ ആയിരുന്നു? ബിൽ നമ്പർ 173, 2023. ഇപ്പൊ പുതിയ രീതിയിൽ കറണ്ട് അഫെയർ, നമ്മുടെ ബഡ്ജറ്റ് വന്നു. ഈ ന്യായ സംഹിത ഇപ്പൊ നമ്മൾ സ്ഥിരമായി കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കൂടുതലായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജൂലൈ 1 ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലാണ്? ബിൽ നമ്പർ 173, 2023. ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രോജക്റ്റായ പാരിയുടെ പൂർണ്ണരൂപം എന്താണ്? പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. സംസ്ഥാന നിയമസഭ ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 1ഉം 2ഉം മാത്രമാണ്. ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകൾ. അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. അപ്പൊ സംസ്ഥാന നിയമസഭ ചിലതിന് 2 എണ്ണം ഉണ്ട്. അപ്പർ ഹൗസ് എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. ലോക അദാലത്ത് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ ശരിയാണ്. ലോക അദാലത്ത് ഒരു നീതിന്യായ സംവിധാനമാണ്. ജനങ്ങളുടെ കോടതി എന്നർത്ഥമാണ്. താമസം കൂടാതെ കേസുകളൊക്കെ തീർപ്പാക്കി തരും. ഇതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം. കലേൽ പൊക്കുടൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രസിദ്ധനായ സാമൂഹിക പരിഷ്കർത്താവാണ്, പരിസ്ഥിതി സംരക്ഷകനാണ്. കലേൽ പൊക്കുടൻ കേരളത്തിൽ ജനിച്ച വ്യക്തിയാണ്. അപ്പോ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇദ്ദേഹം എന്താണ്? കണ്ടൽ കാടുകൾക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ്. കണ്ടൽ കാടുകൾക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ് നമ്മളുടെ കലേൽ പൊക്കുടൻ. ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? വേമ്പനാട്ട് കായലിന് കുറുകെ ഇത് നിർമ്മിച്ചു. തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു. ഇവിടെ ഇത് വേമ്പനാട് കായലിന് കുറുകെയാണ് തണ്ണീർമുക്കം ബണ്ട്. പത്തനംതിട്ടയുമായി കണക്ട് ചെയ്യുന്നില്ല. നമ്മുടെ ആ വേമ്പനാട് കായൽ എന്ന് പറയുമ്പോൾ തന്നെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇതാണ് കണക്ഷൻ. പത്തനംതിട്ടയെ ബന്ധമില്ല. അപ്പൊ ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു. അപ്പൊ ഇത് രണ്ടുമാണ് ശരി. വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന നോക്കുക. കേരള പിന്നോക്ക കമ്മീഷൻ G ശശിധരൻ
മുന്നോക്കം KG പ്രേംജിത്ത്, വിമൻസ് കമ്മീഷൻ അഡ്വക്കേറ്റ് P സതീദേവി, ശശിധരൻ സതീദേവി. ഇത് രണ്ടും ശരിയാണെന്ന് അറിയാമല്ലോ. അപ്പോ KG പ്രേംജിത്ത് ആണ് മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ശരിയാണ്. കേരള ഗവൺമെന്റ് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാനാണ്. ചീഫ് സെക്രട്ടറി ഇപ്പം മാറി, നേരത്തെ വി വേണു ആയിരുന്നു, ഇപ്പൊ ശകുന്തളയാണ്, ഭാര്യയാണ്. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. അപ്പൊ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ ആണ്. ശാരദ വി വേണുവിന്റെ ഭാര്യയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആരാണ്? വേണുവിന്റെ ഭാര്യ. ക്ലിയർ ആണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ചോദ്യം, ശാരദാ മുരളീധരൻ എന്നാണ് പൂർണ്ണമായ നെയിം. 5ാമത്തെ വനിതയാണ്. ആദ്യത്തേത് പത്മയാണ്. അതൊക്കെ ചോദിക്കുന്നതാണ്. ഹേമ കമ്മിറ്റി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഹേമ കമ്മിറ്റി നിയമിച്ചത് കേരള ഗവൺമെന്റ്. ഹേമ കമ്മിറ്റിയിൽ 3 അംഗങ്ങൾ. വിരമിച്ച IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി ഒരംഗമാണ്. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ ശരിയാണ്. ഹേമ കമ്മിറ്റി കേരള ഗവൺമെന്റ് നിയമിച്ചു, 3 അംഗങ്ങൾ. IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി ഒരംഗം. ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഹൃദ്രോഗം, പക്ഷാഘാതം, അമിതവണ്ണം, മലേറിയ ഒരു ജീവിതശൈലി രോഗമല്ല. ബാക്കിയെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നു. ആമസോൺ മഴക്കാടുകളെയാണ് ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്. മന്ദരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി ഏതാണ്? ഇഡിസ് ഈജിപ്റ്റ് എന്ന കൊതുകുകളാണ് എന്ത് പരത്തുന്നത്? നമ്മുടെ ചിക്കുൻ ഗുനിയ പരത്തുന്നത്. മന്ദരോഗം ക്യൂലെക്സ് കൊതുകുകളാണ്. ക്യൂലെക്സ് കൊതുകുകളാണ്. അനാഥരോ മാതാപിതാക്കളോ? അനാഥരോ മാതാപിതാക്കളോ? അനാഥരോ മാതാപിതാക്കളോ അനാരോഗ്യത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി എന്താണ്? ആൻസർ സ്നേഹപൂർവം. മനുഷ്യശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏത്? ജീവകം D ആണ്. ഹെപ്പറ്റൈറ്റിസ് അധികം ബാധിക്കുന്ന അവയവം. ഹെപ്പറ്റൈറ്റിസ് കരളിനെയാണ് ബാധിക്കുന്നത്. ആന്റിഡയൂറട്ടിക് ഹോർമോൺ ADH എന്നറിയപ്പെടുന്നത് ഏതാണ്? വാസോപ്രസിൻ. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നു, അപ്പോഴുണ്ടാകുന്ന രോഗം തിമിരമാണ്. അതാര്യമാകുമ്പോൾ തിമിരം, കാറ്ററാക്ട്. തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? തെറ്റായിട്ടുള്ളത്, നിറങ്ങൾ കർഷണം ഉരുളൽ കർഷണത്തെക്കാൾ കൂടുതലാണ്. ശരി. കർഷണം കുറയ്ക്കാൻ ലൂബ്രിക്കന്റ് സഹായിക്കുന്നു. കർഷണം ചലനത്തെ എതിർക്കുന്നു. ഊർജ്ജനഷ്ടം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞതാണ് തെറ്റ്. ഒരു വസ്തുവിന്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസ് നിന്നും കെൽവിൻ സ്കെയിലിൽ, ഫാരൻഹീറ്റ് സ്കെയിലിൽ TF, TC, TK, TF. ശരിയായ പ്രസ്താവന. TK നെഗറ്റീവ് മൂല്യമില്ല. കെൽവിനിൽ നെഗറ്റീവ് മൂല്യം ഇല്ല. ശരിയാണ്. ഒരു യൂണിറ്റ് ഫാരൻഹീറ്റ് 1 യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും. ശരിയാണ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ഈ 2 പ്രസ്താവനകളാണ്. 1 യൂണിറ്റ് കെൽവിൻ 1 യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലായിരിക്കും. തിരിഞ്ഞ് അത് തെറ്റാണ്. ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലായിരിക്കും കെൽവിൻ. 0 ഡിഗ്രി സെൽഷ്യസ് 273 കെൽവിന് തുല്യമാണ്. താഴെ പറയുന്ന വികർഷണം ഇല്ലാത്ത ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ് വികർഷണം ഇല്ലാത്തത്. ISROയുടെ കേന്ദ്രം അല്ലാത്തത് ഏത്? NPL ആണ്. ബാക്കിയെല്ലാം ISROയുടെ കേന്ദ്രം. 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിന്റെ അറ്റോമിക സെക്കൻഡ് പൾസുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തം. അറ്റോം സെക്കൻഡ് പൾസ് ഏത് ഗവേഷണത്തിന് സഹായിക്കുന്നു? അറ്റോ സെക്കൻഡ് പൾസ് ഏത് ഗവേഷണത്തിനാണ് സഹായിക്കുന്നത്? ഇലക്ട്രോൺ, ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണം. ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിന്റെ നിറം എന്താണ്? ലിറ്റ്മസ് ലായനി അമ്ലവുമല്ല ക്ഷാരവുമല്ല. അപ്പൊ അതിന്റെ നിറം എന്തായിരിക്കും? പർപ്പിൾ ആയിരിക്കും. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കും. ആസിഡ് ആണെങ്കിൽ ചുവപ്പ് നീലയാക്കും.
ക്ഷാരമാണെങ്കിൽ, ഇനി ഇതൊന്നും അല്ലെങ്കിൽ പർപ്പിൾ നിറമായിരിക്കും. pH പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിന്റെ നിറം എന്താണ്? pH പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിന്റെ നിറം പച്ച. ഒരു മൂലകത്തിന് W ആറ്റോമിക ഭാരവും N ആറ്റോമിക സംഖ്യയുമുണ്ട്. എന്നാൽ അതിന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? WN ആണ്. ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം എന്തു പേരിൽ അറിയപ്പെടുന്നു? അമാൽഗം. ഭക്ഷണ ക്യാനുകൾ സിങ്കിന് പകരം ടിന്ന് പൊതിഞ്ഞിരിക്കുന്നു. കാരണം സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആണ്. മലയാള നോവൽ ശ്രദ്ധേയമായ കഥാപാത്രം അപ്പുക്കിളി. ഇതാരാണ് സൃഷ്ടിച്ചത്? OV വിജയൻ ആണ് അപ്പുക്കിളി. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? എഴുത്തച്ഛനെയാണ്. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആര്? ഭാരതരത്ന നേടിയത് സച്ചിൻ ടെണ്ടുൽക്കർ. ഉയിരിൻ കൊലക്കുടുക്കാവും കയറിനെ ഊഞ്ഞാലായി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. അപ്പോ നമ്മുടെ ആൻസർ ഈ വരികൾ വയലോപ്പിള്ളിയുടേതാണ്. 2023 വയലാർ അവാർഡ് നേടിയത് ആര്? 23 ശ്രീകുമാരൻ തമ്പി. കേരളീയ കലാരൂപം മോഹിനിയാട്ടവും കഥകളിയും കേരളത്തിന്റെ കലാരൂപങ്ങളാണ്. ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂഴൽമാണിക്യം. ഇത് ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ല. വെബ് ഡിസൈനിങ് HTML ടാഗ് ആട്രിബ്യൂട്ടുകൾ ആവർത്തിച്ചിട്ടുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം എന്ത്? CSS. ഒരു പൊതുലക്ഷ്യം വെച്ച് കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരണങ്ങളെ പറയുന്ന പേരെന്ത്? ഗ്രിഡ്. വിവരസാങ്കേതിക വിദ്യ നിയമത്തിൽ 66F അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർണയിക്കുന്നത്. ജീവിതാവസാനം വരെ തടവ് ലഭിക്കാം. ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരി? എല്ലാം ശരി. ടെററിസമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ഏത്? ബ്ലിങ്ക് എക്സ്. നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ. 1ഉം 3ഉം ശരിയാണ്. സ്ത്രീകൾക്ക് കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണ്. ഇത് നിലവിൽ വന്നത് 2019 ഓഗസ്റ്റിലാണ്. താഴെ പറയുന്നവയിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഏതൊക്കെ? തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം. ഒരു വ്യക്തി ജീവൻ, സ്വത്ത് ബാധിക്കുന്ന വിവരങ്ങൾ. അപേക്ഷ ആണെങ്കിൽ മറുപടി നൽകാനുള്ള സമയപരിധി 48 മണിക്കൂർ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എത്ര അംഗങ്ങളുണ്ട്? ഒരു ചെയർപേഴ്സൺ, 4 അംഗങ്ങൾ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാ? കിഷോർ മക്വാന. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം? 2019. 2011 നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഏതാണ്? ഡോക്ടർ മോഹിനിഗിരി കമ്മിറ്റി. ഗാർഹികാതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം 2005 പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ്? മജിസ്ട്രേറ്റ്. ആൻസർ മജിസ്ട്രേറ്റ്. ഇനി നമ്മൾ മലയാളം നോക്കിയിട്ടാണ് ഇംഗ്ലീഷിലേക്ക് വരാൻ പോകുന്നത്. തൻ പ്ലസ് കൽ ചേർത്തെഴുതുക. ആൻസർ തങ്കൽ. അപ്പോൾ നിങ്ങളിപ്പോൾ LGSകാരാണ് എങ്കിൽ GK മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ മാത്സിന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ആൻസേഴ്സ് മാത്രം പറഞ്ഞങ്ങ് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങ് പോകാമല്ലോ. ഇംഗ്ലീഷ് മലയാളം LGSകാർ നോക്കേണ്ട കാര്യമില്ല. പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഏതിൻ്റെ ആയാലും ജസ്റ്റ് ഒന്ന് നോക്കി വിടണം. 30 ജസ്റ്റ് ഞാനൊന്ന് ആൻസർ മാത്രം പറയുകയാണ്. 16, 74D, 75D, 76C, 77A, 78D, 79C, 80A. ഇപ്പൊ LGSകാർക്ക് ഇത്രയേ ഉള്ളൂ നോക്കാൻ. ഇനി പ്രിലിംസ്, അതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ്,
സെക്രട്ടേറിയറ്റ് OA ഇതൊക്കെ നോക്കുന്നവര് മലയാളം ഇംഗ്ലീഷ് നോക്കണം. അപ്പൊ ആൻസർ കിട്ടി, തങ്കൽ കിട്ടി. അടുത്തത് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. വേണമെങ്കിൽ ചക്ക, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. 2 കുതിരകളെ കെട്ടിയ വണ്ടിയിൽ 4 ഭടൻ കയറി വന്നു. 4 ഭടന്മാരല്ലേ? അപ്പൊ ഇത് തെറ്റാണ്. 2 കുതിരകൾ കെട്ടിയ വണ്ടിയിൽ, ഇപ്പൊ 2 കുതിരയെ കെട്ടിയ അല്ലെങ്കിൽ കുതിര കെട്ടിയ 2, നമുക്കിവിടെ ശരിയായ വാക്യം വേണം. അപ്പൊ കുതിരകൾ കെട്ടിയ പറയത്തില്ല, 4 ഭടന്മാർ എന്ന് പറയണം, തെറ്റാണ്. 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. മാങ്ങാക്കറി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം എന്താണ്? മാങ്ങ കൊണ്ടുള്ള കറിയാണ് മാങ്ങാക്കറി. മാങ്ങയാൽ കറി, മാങ്ങയാൽ കറി. താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിൽ തെറ്റായ ജോഡി ഏതാണ്? മാനി മനൻ ആണ് തെറ്റ്. പിടി കൊമ്പനാണ്. പിട പൂവനാണ്. മഹതി മഹാനാണ്. ലാഭേച്ഛയോടുള്ള വിലപേശൽ, ഈ അർത്ഥം വരുന്ന ശൈലി ഏതാണ്? കുതിരക്കച്ചവടം. കാട് എന്നർത്ഥം വരാത്തത്. കാന്താരം, കന്ദരം, വിപിനം, അടവി. അടവി എന്താണ്? കാടാണ്. കന്ദരമാണ്, ഗുഹ ആണ് കന്ദരം. വിപിനം കാടാണ്. താഴെ പറയുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി. പ്രയാസം, ആയാസം, അപേക്ഷ, ഉപേക്ഷ. പ്രഭാതം, പ്രദോഷം, നിർജീവം, സജീവം. തെറ്റായിട്ടുള്ളത് പ്രയാസം, ആയാസമാണ്. താഴെ തന്നിരിക്കുന്ന ശരിയായ പദം തിരഞ്ഞെടുക്കുക. യാദൃച്ഛികമാണ്, സ്ഥിരം ചോദ്യമാണ്. ഓപ്ഷൻ സി. നമ്മെ എന്ന പദം പിരിച്ചെഴുതുക. നമ്മെ പിരിച്ചെഴുതുക നമ്മ പ്ലസ് എ ആണ് നമ്മെ. ഇനി ഇംഗ്ലീഷിന്റെ 10 ചോദ്യങ്ങൾ കഴിയുമ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മളുടെ അവസാനിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ ലേൺ വിത്ത് റീജ എന്ന ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇതിന്റെ ആൻസർ ടിക്ക് ചെയ്ത PDF അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് സൗണ്ട് ഓക്കെയാണ്. നമ്മുടെ ക്ലാസ് പലപ്പോഴായിട്ട് സൗണ്ട് കുറവാണെന്ന് കുറെ ഇപ്പോൾ മെസ്സേജ് അയച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ സൗണ്ട് ഇത്തിരി കൂടുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സൗണ്ട് ഓക്കെ ആണെങ്കിൽ മെസ്സേജ് അയക്കണം. Use an appropriate article. After a long inquiry, they bought dash you from Chennai. Answer option B. AU. ഇവിടെ കൺസണന്റ് ആണോ വവ്വൽ ആണോ നോക്കുക. യു എന്ന് പറയുമ്പോൾ യാ എന്ന സൗണ്ട് ആണ്. അപ്പൊ കൺസണന്റ് ആണ്, അതുകൊണ്ട് എ. Complete the given sentence using a suitable preposition. The proposal had significant drawbacks, so she was angry dash my decision to accept it. Angry at my decision. Which of the following is correctly spelled? തന്നിരിക്കുന്നതിൽ correctly spelled lapidary. Find the one word for a public place for walking. Promenade. Promenade. She said to him, stay here until your turn comes. Report the given sentence. She requested him to stay there. Here, there I. Until his turn came. Comes, came I. അപ്പോൾ നമ്മുടെ ആൻസർ വന്നത് ഷീ റിക്വസ്റ്റഡ് ഹിം ടു സ്റ്റേ ദെയർ അണ്ടിൽ. ഇവിടെ ഷീ സെഡ് ടു ഹിം ആണ്. അപ്പോൾ സെഡ് ടു ഹെർ എന്ന് പറഞ്ഞത് തെറ്റ്. സെഡ് ടു ദേ അണ്ടിൽ ഹിസ് ടേൺ കെയിം. ക്ലിയർ ആണ്? Which of the following words is the antonym of the word defines? ഫിയാൻസി, അത് വേറെ, ഇത് ഡിഫൈൻസ്. ആൻസർ സബ്മിഷൻ. ഐഡന്റിഫൈ ടു ദ മീനിങ് ഓഫ് ദ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ടു മേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ്. ഡിഷേറ്റഡ്, ഇത്തിരി കട്ടിയായിട്ടാണ് ഇംഗ്ലീഷ് വന്നേക്കുന്നത്. എ ലോങ് നൈറ്റ് ഓഫ് ട്രാവലിംഗ് ലെഫ്റ്റ് മീ വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ്. ആൻസർ ഇത് കുഴപ്പമില്ല, അഡ്ജക്റ്റീവ്. ഐസിനെ എന്താണ് വിശേഷിപ്പിച്ചേക്കുന്നു, അപ്പൊ അഡ്ജക്റ്റീവ്. നാമവിശേഷണം. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഫ്യൂ പീപ്പിൾ സീം ടു അണ്ടർസ്റ്റാൻഡ് ദീസ് ന്യൂ റെഗുലേഷൻസ്. ഡോണ്ട് നോ. അപ്പോ ഫ്യൂ പീപ്പിൾ ആണ്, അതുകൊണ്ട് സീം ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ സീം ആണ്, നമ്മൾ ഡു എടുത്തു, പിന്നെ പോസിറ്റീവ് ആണ് സെന്റൻസ്. ഡോണ്ട്, ഫ്യൂ പീപ്പിൾ ആയതുകൊണ്ട് ദേ. Complete the given sentence using a suitable phrasal verb. Everyone expected him to dash within a week and start succeeding.
കം അറൌണ്ട് വിത്തിൻ എ വീക്ക് ആൻഡ് സ്റ്റാർട്ട് സക്സീഡിങ്. ഇതിനകത്ത് ഇതൊക്കെ കുറച്ച് ഈസിയാണ്. അറ്റ്, എ, ഇതെല്ലാം അതൊക്കെ ഈസിയാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ചെറിയ ഡിഫിക്കൽട്ട് ഫീൽ ചെയ്തത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.